ഇന്ന് രാവിലെ നമ്മൾ ഈ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കണ്ടു, ഒരുപാട് ഇൻസ്പയറിംഗ് ആയ സ്റ്റോറീസ് കേട്ടു. ഇനി ഞങ്ങൾ ഒരു വലിയ വർക്ക് ഫോഴ്സ്, ഒരു വലിയ വനിതാ സംഘമുള്ളൊരു ഓഫീസാണ് ന്യൂസ് 18-ലേത്. അപ്പം ഞങ്ങളുടെ വനിതാ ദിന ആഘോഷത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ഒരു കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ ഉള്ള ഇനിയും ഇതുപോലെ ഒരു ടീമും കൂടെ ഇനിയും വരാനുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളവരൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ വനിതാ ദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി കേക്ക് കട്ട് ചെയ്യാം അല്ലേ? ഒരു ഹാപ്പി വിമൻസ് ഡേ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പറയാം. ഒരു ഹാപ്പി വിമൻസ് ഡേ വിഷോട് കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഈ ആക്സിലറേറ്റ് ആക്ഷൻ എന്നതാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മോട്ടോ. അപ്പോൾ തുല്യതയിലേക്ക് വളരെ വളരെ വേഗത്തിൽ കടന്നു ചെല്ലാൻ നമ്മുടെ സിസ്റ്റമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ശുഭപ്രതീക്ഷയിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ. എല്ലാവരുടെയും അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏറ്റവും ബേബി ഷംന തോന്നൂല്ലേ ഈ കൂട്ടത്തിൽ, അല്ലേ? കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഷംനയാണ്. അപ്പോൾ നമ്മൾ ഷംനയും ഏറ്റവും മുതിർന്ന ആളായിരിക്കും, അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും വേണ്ട, നമ്മളെല്ലാവരും കൂടി ഇത് കട്ട് ചെയ്യാണ്. അപ്പോൾ ക്ലാപ്പ് ചെയ്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിലേ സന്തോഷമുള്ളൂ. ഇന്ന് നോമ്പാണ് ഷംനയ്ക്ക്. അപ്പോൾ ഷംനയ്ക്കുള്ള നോമ്പ് മുറിച്ചിട്ട് ഷംനയ്ക്കുള്ളത് കേക്ക്. താങ്ക് യു സോ മച്ച്. ഇനി ഇന്നത്തെ ദിവസം നമ്മൾ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ അല്ലെങ്കിൽ അവരെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന റോളിനെയൊക്കെ അഭിനന്ദിക്കുക, അതിനെപ്പറ്റി നല്ലത് പറയുക എന്നൊക്കെ ഉള്ളത് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ചേരുന്നുണ്ട്. അത് തിരുവനന്തപുരത്തും ഒക്കെയുള്ള പ്ലാനറ്റ് ജ്വൽസിൻ്റെ ഓണർ ശ്രീ ബെഞ്ചമിൻ മഞ്ഞളിയാണ്. ബെഞ്ചമിൻ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ വക ഒരു ടോക്കൺ ഓഫ് ലവ്, ടോക്കൺ ഓഫ് അപ്രീസിയേഷനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സമ്മാനം തരണം എന്നാണ് ബെഞ്ചമിൻ്റെ ആഗ്രഹം. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഒന്ന് കൈയടിച്ച് നമുക്ക് ഒന്നുകൂടെ സന്തോഷം പ്രകടിപ്പിക്കാം. ബെഞ്ചമിൻ, എന്താണ് ഇങ്ങനെ ഒരു പ്രചോദനം, ഞങ്ങളെയൊക്കെ ഇത്രയും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമെന്ന് തോന്നാൻ കാരണം എന്താണ്? താങ്ക് യു സോ മച്ച് കേട്ടോ. നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ വലിയൊരു ന്യൂസ് ചാനലാണ് നമ്മുടെ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരാനും ഇത്ര വലിയൊരു വർക്ക് ഫോഴ്സിനെ കാണാനും സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ചേച്ചി പറയുന്നത് ഞാൻ കേൾക്കായിരുന്നു, ആക്സിലേറ്റർ ആക്ഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരു തുല്യതയുള്ള വലിയൊരു വനിതാ ദിനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്ര അധികം വനിതകളുടെ ഒപ്പം ചേരാനും, ഞാൻ ചെയ്യുന്നതും വനിതകളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ്സാണ്. നമുക്കൊരു ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും നമ്മുടെ വീടും കുടുംബം എല്ലാവരും വനിതകളായിട്ട് ബഹുമാനിക്കാനും ആദരിക്കാനും മാത്രമേ നമുക്കറിയുള്ളൂ. കാരണം അവരുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളുള്ളൂ. പിന്നെ ഇതൊരു വലിയൊരു സമൂഹത്തിലെത്തിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ബെഞ്ചമിൻ്റെ ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മൾ സ്ത്രീകളൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇത്ര സ്നേഹം. അപ്പോൾ താങ്ക് യു സോ മച്ച് ബെഞ്ചമിൻ. അപർണ ഏറ്റുവാങ്ങുക ആദ്യത്തെ ഗിഫ്റ്റ്. ഇത് ബെഞ്ചമിൻ സ്പോൺസർ ചെയ്യുന്ന പോട്ട്സ് ആൻഡ് പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് ആണ് നമുക്ക് വേണ്ടി ഈ ചെടികളൊക്കെ ഒരുക്കി തന്നത്. ഇതുപോലെ ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. അതെ, മാക്സിമം ചെടി വീട്ടിൽ വരട്ടെ എന്ന് ജീവിതത്തിലും ഇത് ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബെഞ്ചമിൻ്റെത് പ്ലാനറ്റ് ജ്വൽ ആണ്. അപ്പോൾ പ്ലാനറ്റ് ജ്വലാണ് നമുക്ക് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത്. ആൻഡ് ഈ പ്ലാന്റ്സ് നമുക്ക് തന്നിരിക്കുന്നത് പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ്, അമ്പലമുക്കുള്ള പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് ആണ്. എല്ലാവരോടും സന്തോഷം. നമുക്ക് സമ്മാനം തരുന്ന എല്ലാവരോടും എപ്പോഴും സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വീണ്ടും വാർത്തകളുടെ സമയത്തിലേക്കൊക്കെ പോവുകയാണ്. കാരണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വാർത്തകളെ സംബന്ധിച്ച്. നമുക്ക് അതിലേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു വിമൻസ് ഡേ തോട്ട്സ് ആയാലും. ഇന്നലെ തൊട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ ഷംന? കുറേ സ്റ്റോറി ചെയ്തു, രാവിലെ ഓടിപ്പോയി ആ ചേച്ചിമാരുടെ നിന്ന് ചീത്ത കേൾക്കുമെന്നായിരുന്നു എൻ്റെ ഒരു പേടി. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. തൽക്കാലം. പിന്നെ അവരൊരു തിരക്കിൻ്റെ സമയമാണ്. അപ്പം നമ്മളോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കച്ചവടം നടക്കില്ല. അതിൻ്റെ ഒരു ഇതാണ്. ഈ നമ്മൾ അണിയറയിലുള്ള കുറച്ച് പേര് പരിചയപ്പെടാം. ഞങ്ങളൊക്കെ എപ്പോഴും നല്ല ഭംഗിയാക്കി ഒരുക്കി തരുന്നത് സിന്ധു ചേച്ചിയാണ്. ഇവരൊന്നും ഒരിക്കലും സ്ക്രീനിൻ്റെ മുന്നിൽ വരാറില്ല. ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്നവരാണ് ഇവർ. പക്ഷേ ഇവരൊക്കെയാണ് ഞങ്ങളെ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ സിന്ധു ചേച്ചി, ഹാപ്പി വിമൻസ് ഡേ. സെയിം ടു യു. താങ്ക് യു. ഇനി ഇതാ പിറകിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഇങ്ങനെ ചോദിക്കട്ടെ. ഇവിടെയൊക്കെ ഞങ്ങളെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന കുറച്ച് പേരുണ്ട്. ഒളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വന്ന് കാണട്ടെ. ഇവരൊന്നും ഒരിക്കലും അയ്യോ
സാരമില്ല, കേക്കല്ലേ. അപ്പം എന്താ ഇത്രയും സ്ത്രീകളുള്ള ഒരു ഓഫീസ്, സന്തോഷമല്ലേ അത്? ഹാപ്പിയാണ്. ഹാപ്പി വിമൻസ് ഡേ രണ്ടാൾക്കും. പിന്നെ ഇനിയുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ വെബ് ടീമിലുള്ളവരാണ്. ഇവരെയൊന്നും അങ്ങനെ പുറത്തേക്ക് കാണാത്ത ആളുകളെ ഇന്ന് പരിചയപ്പെടുത്താൻ തോന്നുന്നു. ഇന്ന് വന്ന് എല്ലാവരും ഒളിച്ചു നിൽക്കുന്നതൊക്കെ കണ്ടോ? ഇത് ഞങ്ങളുടെ അഡ്മിൻ ടീമിലുള്ള 2 പേരാണ്, ശരണ്യയും പാർവതിയും അഡ്മിൻ ടീമിലുള്ളവരാണ്. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും താഴെ തട്ട് തൊട്ട് ഏറ്റവും മുകളിൽ വരെ എല്ലാം സ്ത്രീകൾ വളരെ ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒപ്പം നിന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇതിങ്ങനെ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നുകൂടിയാണ് ഇത് കൊണ്ടു നടക്കുന്നത്. ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പുരുഷ സഹപ്രവർത്തകരുണ്ട്, അവരൊക്കെ മാറി നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവരെല്ലാം പിന്നണിയിലുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വിട്ടു തന്നിട്ട് അവരൊക്കെ കുറച്ച് പണിത്തിരക്കിലാണ്, അതുകൊണ്ടാണ്. ഇനി ഇതങ്ങനെ കാണാത്തവരാണ് ഇവരൊക്കെ, അല്ലേ മീര? ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. നമ്മുടെ വെബിൽ നിന്ന് കാര്യങ്ങളൊക്കെ അടിച്ചുവിടുന്ന ആൾക്കാരെ നിങ്ങൾ പലപ്പോഴും തിരക്കാറില്ലേ? അതിവരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഒരു വലിയ സംഘം സ്ത്രീകൾ തന്നെയുണ്ട്. ഇനി ഇതുപോലൊരു സംഘം ഇനി വൈകിട്ടും വരാനുണ്ട് കേട്ടോ. അപ്പം എല്ലാ സ്ത്രീകളും സന്തോഷം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഈക്വലായി പരിഗണിക്കപ്പെടുന്ന, തുല്യരാണെന്ന് അവർക്ക് തോന്നുന്ന തരത്തിൽ അവർക്കും കൂടെ തോന്നണം, അങ്ങനെ ഒരു വനിതാ ദിനം ആവട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. അതിലേക്കുള്ള ആക്ഷൻസ് നമുക്ക് എല്ലാവർക്കും കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. ഒരിക്കൽ കൂടി ഹാപ്പി വുമൻസ് ഡേ.